എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ഷോർട്ട് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ തുണിയുള്ളത് 2 മീറ്ററാണ്, വീതി 44 ഇഞ്ച്. അപ്പോൾ ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കിയിരിക്കുകയാണ്. അതായത് നമ്മൾ ആവശ്യത്തിനുള്ള വീതിയിൽ എടുത്ത് മടക്കിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഇറക്കം 26 ഇഞ്ചാണ്. അപ്പോൾ 26 ഷോൾഡർ ജോയിൻ്റ് ചെയ്യാൻ ഒരു 1/2 ഇഞ്ച്, 26.5. ബോട്ടം മടക്കി അടിക്കാൻ 1 ഇഞ്ച്, അങ്ങനെ 27 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ വരച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ഷോൾഡർ 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. കുറയ്ക്കേണ്ട ആവശ്യമില്ല. അതിൽ നമ്മൾ കോളറാണ് കൊടുക്കുന്നത്. ആം ഹോള് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 36 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ച്, ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അതുപോലെ ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഷോൾഡർ കൂടുതലായതുകൊണ്ട് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ആം ഹോൾ വരയ്ക്കാം. ഇനി ഇതിൻ്റെ കഴുത്ത് ഇങ്ങോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ ഇറക്കം 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ കഴുത്ത് വരയ്ക്കുക. ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. അപ്പോൾ 14 ഇഞ്ചിൽ ഇതിൻ്റെ ഷേപ്പ് കൊടുക്കാം. അതുപോലെ 20 ഇഞ്ചിൽ ഇതിൻ്റെ ഹിപ്പ് കൊടുക്കാം. ഇവിടെ വേസ്റ്റ് വന്നിട്ട് 32 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 8 ഇഞ്ച്, 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ്. ഇവിടെ നമുക്ക് വേണ്ടത് 19 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 9.5, 1 ഇഞ്ച് ഇവിടെ തയ്യത്തുമ്പ്. ബോട്ടം വന്നിട്ട് 20 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 10 ഇഞ്ച്, 1 ഇഞ്ച് തയ്യത്തുമ്പ്. 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബാക്ക് നെക്ക് വന്നിട്ട് ഒരു 3/4 ഇഞ്ച് ഇറക്കം മതി. അതിനുശേഷം ഇതേപോലെ വരച്ചെടുക്കുക. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ സ്ലിറ്റ് കൊടുക്കുന്നില്ല, നേരെ സ്ട്രൈറ്റ് ആയിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് മാറ്റി വെച്ചിട്ട് ഇതിൽ ചെറിയൊരു ഡാമേജ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ബാക്ക് പീസ് ആക്കിയിട്ട് നമുക്കിത് ഫ്രണ്ട് പീസ് ആക്കാം. ഇത് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ഇനി ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ വന്നിട്ട് ഫ്രണ്ട് പട്ടി വെച്ചിട്ട് അതിൽ ബട്ടൺസ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിൻ്റെ ഇറക്കം 16 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് ജോയിൻ്റ് ചെയ്യാനും കൂടെ ചേർത്തിട്ട് 16 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് മടക്കി അടിക്കുക. ഇങ്ങോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആം ഹോൾ വേണ്ടത് 8 ഇഞ്ചാണ്. 7.75 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഷേപ്പ് വെട്ടുമ്പോൾ 1/4 ഇഞ്ച് ഇതിൽ തന്നെ കിട്ടും. സ്ലീവിൻ്റെ റൗണ്ട് 5 ഇഞ്ച്. അതേപോലെ 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ആം ഹോൾ വരയ്ക്കാം.
ഇതേപോലെ ഒരു അരഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. കുഴിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. ഇവിടെ നമുക്കൊരു 3.5 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങോട്ട് ഒരു അരഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ അരഞ്ച് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പീസ് ഫ്രണ്ട് പട്ടിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നീളം പീസാണ്. ഇത് വീതി സൈസിലാണ് നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്കിവിടെ ഇത് ബെൻഡ് കിട്ടുള്ളൂ. ഇവിടെ ബെൻഡായിട്ട് വരണം. അപ്പോൾ ഇതിൻ്റെ വീതി വന്നിട്ട് ഒരു 3 ഇഞ്ച് വെച്ചാൽ മതി. നീളം ഇതിനനുസരിച്ച് എടുത്താൽ മതി. ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഈ രണ്ട് സൈഡിലും കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം കോളർ കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്ലീവ് അടിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഒരു അരഞ്ച് മടക്കിയിട്ട് അരഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഇവിടേക്കുള്ള പടികൾ തയ്ച്ചെടുക്കാം. ഇത് 3 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നേരെ മടക്കുക 1.5 ഇഞ്ചായിട്ട്. അതിനുശേഷം അതിങ്ങനെ വെച്ചിട്ട് ഏകദേശം ഒരു അരഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. ഈ സൈഡൊന്ന് ഓവർലോക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തിരിച്ചിട്ട് ഈ ബോഡിയിലേക്ക് ഒരു മേൽത്തൈലിടുക. ഇനി ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഷോൾഡർ 2 തൈലിട്ടിട്ട് ഓവർലോക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കഴുത്ത് ഒന്ന് അളന്ന് നോക്കാം. കഴുത്ത് ഇതേപോലെ ഒന്ന് ഒപ്പം കട്ട് ചെയ്യുക. ഇതിൽ ബാക്കിൽ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്താം. ഇനി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ കഴുത്തൊന്ന് അളന്ന് നോക്കാം. ഇത് തയ്യത്തുമ്പ് വിട്ടിട്ട് അളക്കുക. ഇത് ഏകദേശം 10 ഇഞ്ച്, അതായത് 20 ഇഞ്ച് കഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള കോളർ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു 5 ഇഞ്ച് വീതി, ഒരു 20 ഇഞ്ച് വരെയൊക്കെ നീളമുള്ള ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇടുക. അതിനുശേഷം മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ കഴുത്തിൻ്റെ വീതി വരച്ചത് 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം കഴുത്തിൻ്റെ ഇറക്കം 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് റൗണ്ട് ഷേപ്പ് വരയ്ക്കുക. ഇതേപോലെ വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കോളറിൻ്റെ വീതി എത്ര വേണ്ടിച്ചാൽ അത് മാർക്ക് ചെയ്യാം. ഇത് ഞാനൊരു 3/4 ഇഞ്ചാണ് വീതി വയ്ക്കുന്നത്. ഇതേപോലെ 3/4 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് കോളർ വേണ്ടത് 20 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 10 ഇഞ്ച്. അപ്പോൾ ആ 10 ഇഞ്ച് ഈ മുകൾ വശത്ത് അളന്നെടുക്കുക. ഇവിടെയാണ് ഇതിൻ്റെ 10 ഇഞ്ച് വരുന്നത്. ഇനി ഇവിടെ ഈ കോർണർ സ്ട്രൈറ്റ് ആയിട്ട് വേണമെങ്കിലും ഇടാം,
പക്ഷേ ഇത് നമുക്കൊരല്പം ഇതേപോലെ ഷേപ്പ് കൊടുക്കാം. അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഈ തുണിയിൽ ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ തുണിയിൽ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ സൈഡ് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒരു തയ്യലിടാം. ഇനി ഇതേപോലെ ഒരു തുണി കൂടെ വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ അതേപോലെ ഇവിടെ ഒരു 1/4 ഇഞ്ച് തയ്യത്തുമ്പ് നിർത്തുക. ഇവിടെ അതേപോലെ അറ്റാച്ച് ചെയ്യാൻ ഒരു 1/4 ഇഞ്ച് തയ്യത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക. കോളർ ഇവിടെ നിന്ന് അടിവശത്തു നിന്ന് അറ്റാച്ച് ചെയ്ത് വരാം. അപ്പോൾ ഇവിടെ ഈ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതിന് മേലെ വന്നിട്ട് ഇവിടെ തന്നെ അത് ഫിനിഷ് ചെയ്യാം. സ്ലീവ് കുറച്ച് കുറവ് വരുന്നുണ്ട്, നമുക്കിവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേപോലെ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അറ്റാച്ച് ചെയ്യാം. ഇനി ഇതേപോലെ അടുത്ത സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതേപോലെ 2 സ്ലീവ് അടിച്ചിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. സൈഡ് നമ്മൾ 1.5 ഇഞ്ച് തയ്യത്തുമ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിവിടെ മാർക്ക്. ഇവിടെ ഹിപ്പിൻ്റെ ഇവിടെ 1 ഇഞ്ച് തയ്യത്തുമ്പിട്ടിട്ട് ഇവിടേക്ക് ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പിട്ടാൽ മതി. ഇനി ഇതേപോലെ ഈ സൈഡും അടിക്കാം. അപ്പോൾ അതേപോലെ 2 സൈഡും അടിച്ചിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ട് അടിക്കാം. ബോട്ടം നമ്മൾ 1 ഇഞ്ചാണ് വിട്ടിരിക്കുന്നത്. ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കുക, വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് അടിച്ചെടുക്കുക. ഇനി ഇത് അടിമറിച്ചെടുക്കാം. ഇവിടെ ഒരു ബട്ടൺ വയ്ക്കുക. ഇവിടെ നിന്ന് ബാക്കിയുള്ളത് നമുക്ക് ചേർത്തടിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ബട്ടൺ വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.